ദേവന്മാരല്ലാത്ത രാഹുവും കേതുവും രാശിചക്രത്തിൽ എത്തിയ കഥ. ഒരിക്കൽ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിന് പാത്രമായ ദേവന്മാർക്ക് സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. അവർ ജരാനരകൾ ബാധിച്ചവരായി. അതോടെ സ്വർഗലോകം ഉപേക്ഷിച്ച് മഹാലക്ഷ്മി പാൽക്കടലിൽ മറഞ്ഞു. ദുഃഖിതരായ ദേവന്മാർ ത്രിമൂർത്തികളെ കണ്ട് സങ്കടമുണർത്തിച്ചു. അതിന് പരിഹാരമായി പാലാഴി കടഞ്ഞ് അമൃത് സേവിച്ചാൽ മതിയെന്ന് ത്രിമൂർത്തികൾ ദേവന്മാരെ അറിയിച്ചു. ദേവന്മാർക്ക് ഒറ്റയ്ക്ക് അത് സാധ്യമല്ലാത്തതിനാൽ അവർ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അസുരന്മാരെ സഹായത്തിന് വിളിച്ചു. അവർ ചില കരാറുകൾ ഉണ്ടാക്കിയ ശേഷം ദേവന്മാരോടുകൂടി പാലാഴിയെ കടയാൻ തുടങ്ങി. അക്കാലത്ത് മഹാബലി അസുരന്മാരുടെ രാജാവായിരുന്നു. വാസുകി സർപ്പത്തെ കയറായും മന്ദരപർവ്വതത്തെ കടകോലായും ഉപയോഗിച്ച് അവർ പാലാഴിയെ മതിച്ചു. ലോകത്തുള്ള സകല ആയുർവേദ മരുന്നുകളെയും ദേവവൈദ്യന്മാരായ അശ്വനി ദേവകൾ പാലാഴിയിൽ നിക്ഷേപിച്ചു. അതിശക്തമായി പാലാഴി കടഞ്ഞപ്പോൾ വാസുകിയുടെ ശരീരം വലിയുകയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഹലോഹലം എന്ന വിഷം വമിക്കുകയും ചെയ്തു. ലോകം വിഷാഗ്നിയേറ്റ് കരിയാൻ തുടങ്ങിയപ്പോൾ ശിവൻ അതിനെ പാനം ചെയ്തു. ലക്ഷ്മീദേവി, കാമധേനു എന്നിവർ പാലാഴിയിൽ നിന്നും അവതരിച്ചു. അവരെ യഥാക്രമം വിഷ്ണുവും ഇന്ദ്രനും സ്വീകരിച്ചു. തുടർന്ന് ധന്വന്തരി അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു. ലോപികളായ അസുരന്മാർ ധന്വന്തരിയിൽ നിന്നും അമൃതകുംഭം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. സംഹികേയൻ എന്ന അസുര സൈന്യാധിപനായിരുന്നു അമൃതകുംഭം അപഹരിച്ചതിൽ പ്രധാനി. സംഹികേയന്റെ നേതൃത്വത്തിൽ അസുരന്മാർ പാതാളത്തിൽ ഒത്തുകൂടി. ദേവന്മാർ സകല പ്രതീക്ഷയും അസ്തമിച്ച് ദുഃഖിതരായി. അവർ വിഷ്ണുവിനോട് സങ്കടം ബോധിപ്പിച്ചു. ദേവന്മാരെ ചതിച്ച അസുരന്മാരെ ചതിക്കുവാൻ വിഷ്ണുവും തീരുമാനിച്ചു. അധർമ്മികളായ അസുരന്മാർക്ക് അമൃതം കിട്ടിയാൽ ആപത്താണ്. അതിനാൽ വിഷ്ണു ദേവന്മാരെ സമാധാനിപ്പിക്കുകയും തൻ്റെ ഏറ്റവും മാദക സ്വഭാവമുള്ള മോഹിനി രൂപം സ്വീകരിക്കുകയും ചെയ്തു. അത്യന്ത ആകർഷകവും ഹൃദയഹാരിയുമായ ഒരു ശ്രീരത്നമായിരുന്നു മോഹിനി ദേവി. അവളെ കണ്ടാൽ ഏതൊരു പുരുഷനും മോഹിച്ചു പോകുന്നതാണ്. അത്തരത്തിലുള്ള വിഷ്ണുവിൻ്റെ മോഹിനി രൂപം അസുരന്മാരുടെ അടുക്കലെത്തി ചേഷ്ടകൾ കാണിക്കുവാൻ തുടങ്ങി. അസുരന്മാർ അമൃതിൻ്റെ കാര്യമൊക്കെ മറന്നു അവളെ കണ്ട് മോഹിച്ച് വശപ്പെട്ടുപോയി. അവരെല്ലാം രേതസ് സ്ഖലിച്ചവരും തേജോഹീനരുമായി പോയി. അപ്പോൾ തന്നെ അവരുടെ അമൃതപാനത്തിനുള്ള അർഹത നഷ്ടപ്പെട്ടു. അസുരന്മാരെല്ലാം മോഹിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. തുടർന്ന് അമൃത തങ്ങൾ ഭക്ഷിക്കുവാൻ പോകുന്നുവെന്നും അത് മോഹിനി തന്നെ വിളമ്പണമെന്നും അവർ ആവശ്യപ്പെട്ടു. മോഹിനി അത് അംഗീകരിച്ചു. അസുരന്മാർ അമൃതകുംഭം മോഹിനിയെ ഏൽപ്പിച്ചു. മോഹിനി ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് പറഞ്ഞു: നിങ്ങളെല്ലാം ആദ്യം സംയമനം പാലിക്കുക, കണ്ണുകളെ മൂടേ ധ്യാനിക്കുക. നല്ലവണ്ണം ധ്യാനിക്കുന്നവർക്ക് ഞാൻ അമൃതം ആദ്യം വിളമ്പും, അവനെ പതിയാക്കുകയും ചെയ്യും. അസുരന്മാർ ധ്യാനമഗ്നരായി നേരം നോക്കി. മോഹിനി ദേവി അമൃതവുമായി കടന്നു കളഞ്ഞു. അമൃതം ദേവന്മാർക്ക് ലഭിച്ചു. എന്നാൽ അസുരസേനാധിപനായ സംഹികേയൻ ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവനാണ് അസുരന്മാരുടെ നേതാവ്. തന്ത്രശാലിയായ അദ്ദേഹം ഇടയ്ക്കിടെ കണ്ണു തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മോഹിനി അമൃതകുംഭവുമായി പോകുന്നത് കണ്ടത്. കണ്ണു തുറക്കൂ അസുരന്മാരെ, മോഹിനി നമ്മെ ചതിച്ചു. സംഹികേയൻ വിളിച്ചു പറഞ്ഞിട്ടും അസുരന്മാർ അണങ്ങിയില്ല. സംഹികേയൻ മോഹിനിയെ സ്വന്തമാക്കുവാനായി തങ്ങളെ ചതിക്കുകയാണെന്നാണ് അവരെല്ലാം കരുതിയത്. സംഹികേയൻ ഉടനെ ഒരു വിദ്യ കണ്ടുപിടിച്ചു. അവൻ ഒരു വൃദ്ധനായ ദമളന്റെ രൂപം സ്വീകരിച്ച് ദേവന്മാർക്കിടയിൽ പോയിരിപ്പായി. മോഹിനി ദേവന്മാർക്ക് അമൃത വിളമ്പുന്ന നേരത്ത് അവനും അതിൽ നിന്ന് ഒരു പങ്ക് വാങ്ങി ഭക്ഷിച്ചു. ദേവന്മാരുടെ ദ്വാരപാലകരായി നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർക്ക് അസുരന്റെ മായ പിടികിട്ടി. അവർ വിവരം മോഹിനിയെ ധരിപ്പിച്ചു. മോഹിനിയായ വിഷ്ണു സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സുദർശന ചക്രമെടുത്ത് സംഹികേയന്റെ ഖണ്ഡം ഛേദിച്ചു. അസുരൻ ആസ്വദിച്ച അമൃത് പകുതി ശിരസിലുള്ള ഖണ്ഡഭാഗത്തും ബാക്കി ഉടലിലുള്ള ഖണ്ഡഭാഗത്തുമായി തങ്ങി നിന്നു. അസുര ശരീരം വിഷ്ണുവിൻ്റെ സുദർശനമേറ്റ് 2 കഷണമായെങ്കിലും അമൃതിൻ്റെ പ്രഭാവത്താൽ അവ സജീവങ്ങളായി ശേഷിച്ചു. ഇവയെ വിഷ്ണു നഭസ്സിൽ ഉറപ്പിച്ചു.
ഇവയാണ് കാലക്രമേണ രാഹുവും കേതുവുമായി തീർന്നത്. തലഭാഗമാണ് രാഹു, തലയറ്റ ശരീരഭാഗമാണ് കേതു. തലഭാഗത്ത് കണ്ടത്തിൽ നിന്നും കാലക്രമേണ സർപ്പരൂപം ഉണ്ടായി വന്നു. കബന്ധത്തിന്റെ ശിരസായി 7 തലയുള്ള നാഗശിരസ്സുണ്ടായി. ആകാശത്തിൽ പ്രതിഷ്ഠിതമായ കേതുക്കൾക്ക് തങ്ങളെ ഒറ്റിക്കൊടുത്ത സൂര്യചന്ദ്രന്മാരോടുള്ള തീരാപ്പക ഇന്നും നിലനിൽക്കുന്നു. അതിനാൽ തങ്ങളുടെ സഞ്ചാരവേളയിൽ അവസരം കിട്ടുമ്പോഴൊക്കെ അവർ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നു. പുരാണപ്രകാരം അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. രാഹുവിനെ ഒരു സർപ്പമായാണ് ജ്യോതിഷികൾ കരുതുന്നത്. അത് രാഹുവിന്റെ സർപ്പരൂപം ഓർത്തിട്ടാകാം. കേതുവിനെ നാഗമായിട്ടാണ് കാണുന്നത്. അത് കേതുവിന്റെ ശിരസിലുള്ള നാഗഫണം കാരണമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്